ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് 1934 കഴിഞ്ഞ വീഡിയോയിൽ 1935 എന്ന് പറഞ്ഞത് തെറ്റ്. ഭരണഘടനയുടെ 10ാം പട്ടിക കൂറുമാറ്റ നിരോധന നിയമത്തിന് സാധ്യത നൽകി 1985 52ാം ഭേദഗതിയിലൂടെയാണ് 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ വീഡിയോയിൽ 1955 എന്ന് പറഞ്ഞത് തെറ്റ്. 1ാം ഭേദഗതി 1951 1ാം വകുപ്പ് പ്രകാരം 51 ഏതാനും വകുപ്പുകളിൽ മാറ്റം വരുത്തി. പൊതു താൽപ്പര്യവും 31A 31B വകുപ്പുകൾ ഉൾപ്പെടുത്തി 9ാം ഷെഡ്യൂൾഡ് കൂട്ടി ചേർത്തു. പൊതു താൽപ്പര്യവും ഇതര രാഷ്ട്രങ്ങളുമായുള്ള സുഹൃത്ത് ബന്ധവും കണക്കിലെടുത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തൽ ഈ ഭേദഗതിയുടെ ലക്ഷ്യമായിരുന്നു. 7ാം ഭേദഗതി 1956 സംസ്ഥാന പുനഃസംഘടന പ്രാബല്യത്തിൽ വരുത്താനായിരുന്നു ഈ ഭേദഗതിയുടെ ലക്ഷ്യം. പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വരികയും അതിർത്തികളിൽ മാറ്റം വരികയും ചെയ്തു. പാർട്ട് എ, ബി, സി എന്നീ 3 വിഭാഗങ്ങളിലായുള്ള സംസ്ഥാന വിഭജനം റദ്ദാക്കി. 9ാം ഭേദഗതി 1960 1958 ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ പാകിസ്ഥാന് കൈമാറാൻ വ്യവസ്ഥ ചെയ്തു. 10ാം ഭേദഗതി 1962 പോർച്ചുഗീസ് കോളനികളായിരുന്ന ഭദ്രനഗർ ഹാവേലിയ ഇന്ത്യയുടെ ഭാഗമാക്കുകയും കേന്ദ്രഭരണ പ്രദേശമാക്കുകയും ചെയ്തു. 12ാം ഭേദഗതി 1962 ഗോവ, ദാമൻ, ദിയു എന്നിവയെ യൂണിയനുമായി യോജിപ്പിച്ച് അവയ്ക്ക് കേന്ദ്ര ഭരണ പ്രദേശം എന്ന പദവി നൽകി. 13ാം ഭേദഗതി 1962 മേഘാലയ സംസ്ഥാനം 16ാമത് സംസ്ഥാനമായി. 14ാം ഭേദഗതി പോണ്ടിച്ചേരിയെ കേന്ദ്രഭരണ പ്രദേശമാക്കുകയും പോണ്ടിച്ചേരി ഉൾപ്പെടെ ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമസഭയ്ക്കും മന്ത്രിസഭയ്ക്കും വ്യവസ്ഥ ചെയ്തു. ലോകസഭയിലേക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള പരമാവധി പ്രാതിനിധ്യം 20 നിന്ന് 25 ഉയർത്തി. 15ാം ഭേദഗതി 1963 ഹൈക്കോടതി ജഡ്ജിമാരുടെ റിട്ടയർമെൻറ്റ് പ്രായം 60 നിന്ന് 62 ഉയർത്തി. 19ാം ഭേദഗതി 1966 324 വകുപ്പിൽ ഭേദഗതി വരുത്തി തിരഞ്ഞെടുപ്പുകളുടെ മേലന്വേഷണം ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷേപിക്കാൻ വ്യവസ്ഥ ചെയ്തു. ഇലക്ഷൻ ട്രിബ്യൂണലിനെ നീക്കം ചെയ്തു.